പണ്ട് ഞാനൊരു 6-ാം ക്ലാസ് 7-ാം ക്ലാസ് ആ ഒരു ടൈം പീരീഡ്, അന്നൊരു ശനി ഞായറും കറണ്ട് പോയി. അന്ന് 2-2.5 ദിവസത്തേക്ക് കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പം അന്ന് വീട്ടിൽ തന്നെയായിരുന്നു. വീട്ടിൽ തന്നെ പെട്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പം അന്ന് ആകെയുള്ള ടി വിയാ. അപ്പം ടി വി പോയി. പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല കാര്യമായിട്ട്. അപ്പൊ ഇപ്പോഴത്തെ കുറെ ട്രോളൊക്കെ ഇല്ലേ, നമ്മള് ജനലിലെ ഓരോ കമ്പികൾ ഇരുന്നിട്ടാണ് ഫാനിന്റെ പാളി നോക്കിയിരിക്കല്. ആ ഒരു വൈബ് തന്നെയായിരുന്നു. കാരണം വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്തൊരു ഇതായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം അങ്ങനെ കുറെയൊക്കെ പോയി. വൈകുന്നേരം കളിക്കാനൊക്കെ പോയി. എന്നാലും മെജോറിറ്റി ഓഫ് ടൈം ഇതുപോലെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായ. രണ്ടാമത്തെ ദിവസം ആയപ്പോഴേക്കും എൻ്റെ വീട്ടിൽ മാത്രമല്ല, തൊട്ടടുത്ത വീടുകളിലൊന്നും കറണ്ട് ഇല്ല. കാരണം അവിടെ എനിക്ക് തോന്നുന്നു ഒരു മരത്തിന്റെ കമ്പ് എന്തോ വീണിട്ട് മൊത്തം കറണ്ട് പോയി കിടക്കാം. അപ്പൊ രണ്ടാം ദിവസം ആയപ്പോഴേക്കും അപ്പുറത്തെ വീട്ടുകാരൊക്കെ പുറത്തിറങ്ങി വന്ന് അപ്പൊ ഞങ്ങളെല്ലാവരും ഒന്ന് കൂടി സംസാരിച്ച് അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ഒരു ഫീലിംഗ് ഒക്കെ ആയിരുന്നു. നല്ല രസാ ഇപ്പൊ അതിനെ പറ്റി ആലോചിക്കുമ്പോ, അന്ന് അങ്ങനത്തെ ഉണ്ടായ സംഭവമൊക്കെ. ഒരു കറണ്ട് പോലെ കാരണമാണ് അങ്ങനെ ഉണ്ടായേ. ഇപ്പൊ ആലോചിക്കുമ്പോ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ശരിയായി, ഒബ്വിയസ്ലി ശരിയായി. പഴയ പോലെ. പക്ഷെ ഇപ്പൊ 2 ദിവസമായിട്ട്, പ്രത്യേകിച്ച് ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്ന് വെളുപ്പിനൊക്കെ ആയിട്ട് കറണ്ട് പോയി. ഒരു 3 മണി 4 മണിക്കൊക്കെ എടുത്ത് ഇന്നും കുറെ ടൈം കറണ്ട് പോയി. പക്ഷെ ഇപ്പോഴത്തെ എക്സ്പീരിയൻസ് അന്നത്തേക്കാൾ എൻ്റയർലി ഡിഫറെൻ്റ് ആയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, കാരണം ഞാൻ നമ്മുടെ ഇതിനു മുമ്പത്തെ വീഡിയോസിലൊക്കെ പറയാറുണ്ട്. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചൂടാന്ന് പറഞ്ഞാൽ ഞാൻ പറയാറുണ്ട്. കാരണം ഞാൻ വേർത്ത് കുളിച്ചിട്ടുണ്ടാവും. ഫാനൊക്കെ ഫുൾ ഇട്ടേക്ക് ഇരിക്കുക, എന്നിട്ട് ഞാൻ വേർത്ത് കുളിച്ചിട്ടുണ്ടാവും വീട്ടിലിരിക്കണ ഇടയിൽ തന്നെ. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറയാറുണ്ട് എന്ത് ചൂടാന്നുള്ള രീതിയിൽ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു ചൂട് കുറച്ചുകൂടെ കൂടിയ അവസ്ഥയിൽ കറണ്ട് ഇല്ലാത്തൊരവസ്ഥയാണെങ്കിലോ. ട്രിവാൻഡ്രം എന്ന് പറയുന്നത് എൻ്റെ നാട് തൃശ്ശൂരിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ചൂടായിട്ടാണ് ഈ ഫീൽ ചെയ്തേക്കണത്. ട്രിവാൻഡ്രം കുറച്ചുകൂടെ ചൂട് കൂടുള്ള പോലെ എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ ഇക്വേട്ടറിനെ കുറച്ചുകൂടെ അടുത്ത് കിടക്കുന്ന സ്ഥലമായതുകൊണ്ടായിരിക്കാം നാട്ടിൻ്റെ ഒരു ശരിക്കും വ്യത്യാസം നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യും. കുറച്ചും പിടിക്കുന്നുണ്ട് അപ്റ്റ് ചെയ്യാനായിട്ട്. നാട്ടിൽ നമ്മൾ എത്തിയിട്ട് 2 ദിവസം ആവണുള്ളൂ. അപ്പോ നാട്ടിൽ നിന്ന് എത്തിയുള്ളൂ. രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ കറണ്ട് പോയി. കറണ്ട് പോയി ഞാൻ അറിഞ്ഞു. കറണ്ട് പോയ കാര്യം ഞാൻ അറിഞ്ഞു 4 മണി സമയത്തൊക്കെ ആയിട്ട്. നല്ല ചൂടുണ്ടായിരുന്നു. വെളുപ്പിന് 4 മണിയാണെങ്കിൽ നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കറണ്ട് വന്നു. അന്നേരം വോൾട്ടേജ് കുറവായിരുന്നു. അപ്പൊ നമ്മുടെ ഉറക്കമൊട്ടും ശരിയായില്ല. പിന്നെ ആ ഉറക്കമൊക്കെ ശരിയാത്തൊരവസ്ഥ തന്നെയാണ്. രാവിലെ എഴുന്നേറ്റ് റെഡിയായി വർക്കൗട്ടിന് പോയത്. വന്ന് വർക്കൗട്ടുള്ള ദിവസമായിരുന്നു. വർക്കൗട്ടിന് പോയതും വർക്കൗട്ടിന് ശേഷം വന്ന് റൂമിലെത്തിയപ്പോഴാണെങ്കിലും കറണ്ട് പോയി. വീണ്ടും കറണ്ട് പോയി. എന്റെ ഫോണാണെങ്കിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. ഫോൺ നേരെ ചാർജ് ചെയ്യാനിട്ടെങ്കിലും കറണ്ട് പോയിട്ട് ചാർജ് കയറിയില്ല. കുറച്ചേരം കറണ്ട് ഉണ്ടായി, പിന്നെ വീണ്ടും കറണ്ട് പോയി. ചാർജ് കയറിയില്ല. പിന്നെ നമുക്ക് ഇന്ന് എക്സാം ഉള്ള ദിവസം PSCയുടെ എക്സാം ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊരു 10-15 കിലോമീറ്റർ അപ്പുറത്ത് പോകണമായിരുന്നു. ഫസ്റ്റ് ടൈം പോകണമെങ്കിൽ വഴി തെറ്റി അങ്ങനെ പരിപാടിയൊക്കെ ആയിട്ട് അങ്ങ് പോയി എക്സാം എഴുതി. എക്സാം കുഴപ്പമുണ്ടായിരുന്നില്ല. എക്സാം അത്യാവശ്യം എളുപ്പമായിരുന്നു. പക്ഷെ എളുപ്പമായിരുന്നോണ്ട് തന്നെ എന്താ പറയാ, ക്ലിയർ ആകാൻ ചാൻസ് കുറവാണ്. എല്ലാവർക്കും എളുപ്പമായിരിക്കുമല്ലോ. ഒബ്വിയസ്ലി കട്ട് ഓഫ് കൂടും അങ്ങനെ. അപ്പൊ അത് കഴിഞ്ഞു. എക്സാം കഴിഞ്ഞ് വന്നപ്പോഴാണെങ്കിലും കറണ്ട് ഇല്ല. റൂമിൽ കറണ്ട് ഇല്ല. വന്നിട്ട് ഫോൺ ചാർജ് ചെയ്യാൻ കിടന്ന് നോക്കിയപ്പോൾ വീണ്ടും കറണ്ട് ഇല്ല റൂമിൽ. നമ്മള് ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരമാണ്. ഫുഡൊക്കെ വൈകുന്നേരം ലേറ്റ് കഴിച്ചപ്പോൾ ഫുഡ് കഴിച്ചു. പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം പുറത്തേക്ക് ഇറങ്ങി ഒരു സിനിമ കാണാൻ പോയി. ഇടയ്ക്ക് കുറച്ച് കറങ്ങാനൊക്കെ പോയി. കറങ്ങാൻ പോയി, സിനിമ കാണാൻ പോയി. സിനിമ വന്ന് നല്ല ക്ഷീണം ഉണ്ടായി. ഓർക്ക ക്ഷീണവും പരിപാടിയൊക്കെ എല്ലാം കൂടെ ഉണ്ടായി. അപ്പൊ ഞാൻ ഫോൺ ചാർജ് ആയിട്ടു. കറണ്ട് ഉണ്ട്. അപ്പൊ ഇന്നലെ ഫോൺ ചാർജ് ചെയ്യാന്ന് വെച്ചിട്ട് ഫോൺ ചാർജ് ആയിട്ടു. പിന്നെ ഒന്ന് കടന്നാ പിന്നെ ഉറങ്ങിപ്പോയി ഞാൻ. പിന്നെ എഴുന്നേക്കുന്നത് വീണ്ടും കറണ്ട് പോയപ്പോഴാണ്. ഞാൻ വീണ്ടും എഴുന്നേക്കണേ സമയം എനിക്ക് തോന്നുന്നു 11:30 എടുത്തായി കറണ്ട്. വീണ്ടും പോയപ്പോ 11:30 എടുത്തായി കറണ്ട് പോയി. ചൂട് എടുത്തിട്ടുണ്ടല്ലോ, ഊഫ്, അന്യായ ചൂട്. ഞാൻ വേർത്ത് കുളിച്ചു ലിറ്ററലി. ഞാൻ ഇപ്പൊ ഡ്രസ്സ് മാറിയതോ അല്ലെങ്കിൽ വേർത്ത് അത്ര ഇതായിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ദേഷ്യാകെ ചൂടെടുത്തിട്ട് നമുക്ക് ഒട്ടും പറ്റണല്ല കറണ്ട് പോയോണ്ട്. അതാ ഞാൻ പറഞ്ഞ തുടക്കത്തില്, പണ്ടത്തെ എക്സ്പീരിയൻസ് കറണ്ട് ഇല്ലാത്ത എക്സ്പീരിയൻസ് കുറച്ചുകൂടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൾക്കാരെ ബോണ്ടഡ് എക്സ്പീരിയൻസ് കുറച്ചും കൂടെ ടിവിയുടെ അപ്പുറത്തേക്ക് കുറച്ച് നല്ല എക്സ്പ്ലോർ ചെയ്യുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കറണ്ട് പോണ എക്സ്പീരിയൻസ് മൊത്തം എനിക്കൊരു മാതിരി ബാഡ് എക്സ്പീരിയൻസ് ആ. ഐ മീൻ, ചൂടെടുത്തിട്ട് വയ്യാണ്ടാവുന്ന എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നമുക്ക് ആ കൂടി ഫ്രസ്ട്രേറ്റഡ് ആവാ, കൂടി ബാഡ് ആവാ എക്സ്പീരിയൻസ് ആണ് എനിക്കുള്ളത്. ഇന്ന് ഞാൻ എന്ത് കണ്ടന്റ് ചെയ്യുന്ന പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കറണ്ട് പോലും പരിപാടിയൊക്കെ. അപ്പൊ ഞാൻ അതിനെ പറ്റി പറയാന്ന് വിചാരിച്ചു. ഒന്നാമത് ഈ ടൈമിൽ ചൂട് കൂടുതലാണ്. അപ്പൊ അതിന്റെ കറണ്ട് കൊണ്ട് പോകുമ്പോ സഹിക്കാൻ പറ്റില്ല. ഒരുമാതിരി നമുക്ക് ഒട്ടും പ്രൊഡക്റ്റീവ് ആവില്ല. ഞാൻ
വീഡിയോ മുന്നേ ചെയ്യേണ്ടതായിരുന്നു. അപ്പോഴാണ് കറണ്ടും പോയത്. ക്ഷീണം കണ്ട് കുറച്ച് റെസ്റ്റ് ചെയ്തു, അതുണ്ട്. അതിന്റെ കറണ്ടും പോയപ്പോ പിന്നെ ഉഷാറായി. കറണ്ട് വന്നു. എത്ര നേരം കറണ്ട് ഉണ്ടാവും എനിക്ക് അറിയില്ല. കറണ്ട് ഉണ്ടായാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ എന്നെ ഇന്നത്തെ ഉറക്കം കൂടെ പോകും. കാരണം ഒന്നും ചെയ്യാനില്ല കറണ്ട് പോയി കഴിഞ്ഞാൽ. അങ്ങനെ അപ്പോ അത് കഴിഞ്ഞു. കറണ്ട് ഉണ്ടായാൽ മതിയായിരുന്നു. ഉം. നമ്മുടെ ചലഞ്ചിനെ പറ്റി പറയാം. ചലഞ്ച് വർക്കൗട്ട് കഴിഞ്ഞ് രാവിലെ, ഞാൻ പറഞ്ഞ വർക്കൗട്ടുള്ള ദിവസമായിരുന്നു. ആ വർക്കൗട്ട് കഴിഞ്ഞു രാവിലെ തന്നെ. ആ, പിന്നെ ഈ ബാക്കി 3 ഉള്ളത് മെഡിറ്റേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്തു. കറണ്ട് പോയ സമയത്ത് ജസ്റ്റ് ചെയ്തായിരുന്നു. കറണ്ട് പോയ സമയത്ത് വന്ന സമയത്ത് കുറച്ചൊന്ന് ചെയ്തായിരുന്നു. വീഡിയോ എടുത്തിട്ടില്ലേ നോട്ടെ. അത് ഒന്നുകൂടെ മെഡിറ്റേഷൻ ഒന്നുകൂടെ ചെയ്യണം പ്രോപ്പറായിട്ട്. പിന്നെ നമ്മൾ ജേണൽ ചെയ്തിട്ടില്ല, ജേണൽ ചെയ്യണം. ബുക്ക് നമ്മൾ വായിച്ചു തീർത്തിട്ടില്ലേ, ബുക്ക് ഇന്നത്തെ കംപ്ലീറ്റ് ആയിട്ടില്ല. ടൈം വളരെ കുറവാണ്, കംപ്ലീറ്റ് ആവാൻ ചാൻസ് വളരെ കുറവാണ്. നോക്കട്ടെ, നമ്മൾ നോക്കിയിട്ട് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ശരി. നിങ്ങൾക്ക് കറണ്ട് പോലെ വല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യട്ടാ. എനിക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്, ഇപ്പോൾ മോശം എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റി ഉള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യും. അപ്പോൾ ഓക്കെ, ശരി.